മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് ജെനേസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. ദൈവമാരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ആധുനിക മനുഷ്യൻ പ്രപഞ്ചങ്ങളെക്കാൾ ഉപരി കരുത്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാരണത്താൽ മനുഷ്യന്റെ ധാർമ്മിക ബോധവും ജീവിത വീക്ഷണവും ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കും. അണുവായുധം കൈവശമുള്ള ഭരണാധിപന്മാരിൽ ഒരാൾ വികാരാവേശം പൂണ്ട് അണുശക്തി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് സമൂല സംഹാരമായിരിക്കും. വ്യക്തികളുടെ ധാർമ്മിക ബോധം വളരെ പ്രധാനമാണ്. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഉന്നതനാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായെ പോലുള്ള വ്യക്തികൾ ഉണ്ടായാൽ ലോകം രക്ഷപ്പെടും. പക്ഷേ ബലഹീനനായ മനുഷ്യന് ഈശോയെ പോലെ ആകുവാൻ സാധിക്കുകയില്ലല്ലോ. അതിനാൽ അതിനുള്ള മാർഗം എന്താണ്? ഈശോയെ തന്നെ അതിനുള്ള മാർഗം തുറന്നിട്ടിട്ടുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ നമുക്ക് അവനുമായി സ്നേഹബന്ധവും സഹിത്വവും സാധിക്കും. വിശ്വാസത്താൽ ഈ സ്നേഹബന്ധം ആരംഭിച്ചാൽ ഈശോയുടെ വ്യക്തിത്വത്തോട് നമ്മുടെ വ്യക്തിത്വവും സ്വഭാവത്തിൽ സാമ്യപ്പെടും. ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ചെയ്ത ശ്രമങ്ങളുടെ ചരിത്രം ബൈബിളിൽ കാണുന്നു. അധർമ്മം പെരുകിയപ്പോൾ നോഹയുടെ കാലത്ത് സകലരെയും നശിപ്പിച്ച ശേഷം ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ ശ്രമിച്ചു. പിന്നീട് മനുഷ്യരെ എല്ലാം നശിപ്പിക്കാതെ ഇബ്രാഹിമിന്റെ കുടുംബത്തെ വേർതിരിച്ചു. അതും ഫലരഹിതമായപ്പോൾ മിശിഹ എന്ന ഏക വ്യക്തിയുടെ ലോകത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ഈശോ മിശിഹായിൽ ദൈവോദ്ദേശം സഫലമായി. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിനാൽ യഥാർത്ഥത്തിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഈ വിശ്വാസം അംഗീകരിച്ചാൽ ധാർമ്മിക ജീവിതത്തിൽ പൂർണ്ണമായ അവന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകും. അവർക്ക് പരമാധികാരം കൊടുത്തുയർത്തും. ഈശോയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികളെയാണ് ലോകത്തിന് ആവശ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.